ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇങ്ങനത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ മോഹനനും അമ്മുമ്മയും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്ന ഭാഗത്തോടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ ഇത്ര നേരമായിട്ടും അവളെ കാണുന്നില്ലല്ലോ മോഹന എന്ന് പറയുമ്പോൾ, അമ്മ ഒരു കാര്യം ചെയ്യും, അവളൊന്ന് വിളിച്ചു നോക്ക്, അമ്പലം കാണുമ്പോഴേക്കും അവളെല്ലാം മറക്കും, അവളെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരാൻ പറ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി അഞ്ജലിനെ വിളിക്കുകയാണ്. അഞ്ജലിയെ സമയത്ത് കാറിലായിക്കോ ചേട്ടാ, ഒന്ന് പതുക്കെ പോകണം കേട്ടോ എന്ന് ആ കാറുകാരനോട് അഞ്ജലി പറയുന്നുണ്ട്. ശേഷം അഞ്ജലി ഫോൺ എടുക്കുകയാണ്. ഹലോ, ആ മോള് നീ ഇതെവിടെയാ, എത്ര നേരവും നീ അമ്പലത്തിൽ പോയിട്ട് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, ആ മുത്തശ്ശി ഇതിനെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാട്ടോ. അയ്യോ ചേട്ടാ, പതുക്കെ പതുക്കെ പോ ചേട്ടാ എന്ന് അഞ്ജലി ഫോണിൽ കൂടി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ട്, അയ്യോ മാഡം ഞാൻ സ്പീഡിൽ പോണതല്ല, ബ്രേക്ക് കിട്ടുന്നില്ല മാഡം, അതുകൊണ്ട് ബ്രേക്ക് കിട്ടുന്നില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ അതായത് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഗട്ടറിലൊക്കെ. അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ജലി ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ മോളെ എന്ത് പറ്റി, അയ്യോ മോളെ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മൾ മുത്തശ്ശി അത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അഞ്ജലിയുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് പോവാട്ടോ. മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ മോഹന ഫോൺ കട്ടായി പോയല്ലോ എന്ന് പറഞ്ഞാൽ എന്താ മുത്തശ്ശി അമ്മ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അതെനിക്കറിയില്ല, അവൾക്കെന്തോ അപകടം പറ്റിയെന്ന് തോന്നുന്നു. അമ്മക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം, അവൾ സംസാരിച്ചുകൊണ്ടിരിക്കാത്ത ഫോൺ പെട്ടെന്ന് നിലത്തേക്ക് വീണു, മാത്രമല്ല അവളുടെ ബഹളവും കേൾക്കായിരുന്നു, എനിക്കെന്തോ പേടിയാവുന്നെന്ന് പറയാണ്. അമ്മ ടെൻഷനാവണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ മോഹൻ സമാധാനിപ്പിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനിയും ശ്രുതിനെയാണ്. ശ്രുതി അശ്വിനോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, അശ്വിനാണെങ്കിൽ ശ്രുതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ശ്രുതി ചോദിക്കേണ്ടല്ല, സാറിന് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്, സാറൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അത് എന്നോട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കണത് എനിക്കിഷ്ടമെന്ന് നിനക്കറിയാലോ എന്ന് അശ്വിൻ പറയുമ്പോൾ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ, സാറല്ലേ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് എന്തോ പറയാനുണ്ടെന്ന്, എന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അത് പിന്നെ 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 എന്ന് പറഞ്ഞിട്ട് അശ്വിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിക്ക് ചിരി വരാം കേട്ടോ. എന്താ സാർ അത് അത് പിന്നെ തനിക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും അറിയാനുണ്ടോ? എനിക്കൊന്നുമില്ല സാർ, സാറല്ലേ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ്. അതെ അതിനോ ഞാൻ തന്നെയാണ് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് ഒരു പയ്യൻ വരും കേട്ടോ. ശ്രുതി ചേച്ചി ഇവിടെ നിൽക്കുവാണോ? ദേ എനിക്ക് ചേട്ടൻ അന്വേഷിക്കുന്നുണ്ട്, എന്തൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഉണ്ടെന്ന്, വരാൻ പറഞ്ഞു. ഞാൻ വരാം എന്ന് പറയാണ് ശ്രുതി. ശേഷം ശ്രുതി വീണ്ടും ചോദിക്കുകയാണ്, എന്താ സാറിന് പറയാനുള്ളത് ചോദിക്കുമ്പോൾ, അത് എനിക്ക് ശ്രുതി തന്നോട് ഒരു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഹലോ, അശ്വിൻ കുഞ്ഞേ, അതെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു കേട്ടോ. ഞാൻ വന്നോളാം രാമേട്ടൻ പോയിക്കോ എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയാണ്. ശ്യാമാണെങ്കിൽ ആകെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുക കേട്ടോ. മുത്തശ്ശിയും നമ്മുടെ മോഹൻലാൽ ടെൻഷൻ അടിക്കുമ്പോഴേക്കും ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, നിങ്ങൾ ടെൻഷൻ അടിച്ചോ, പക്ഷേ നിങ്ങൾ വിഷമിക്കുന്നതൊക്കെ വെറുതെയാണ്, ഈ സമയം കൊണ്ട് അഞ്ജലി മുകളിലേക്ക് പോയി കാണും, അഞ്ജലി മരിച്ചു കാണും. പ്രീതി, നിൻ്റെ വിവാഹം മുടങ്ങാനാണ് നിനക്ക് വിധി, നിൻ്റെ 2 വിവാഹം മുടങ്ങിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പ്രീതിനെയാണ്. പ്രീതി ആകെ ടെൻഷനായിട്ട് റൂമിലിരിക്കുന്ന സമയത്ത് അമ്മായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ പ്രീതി മോളെ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല അമ്മായി എന്ന് പറയാണ്. എനിക്കറിയാം ഇവിടുത്തെ മനോരമയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ടായിരിക്കുമല്ലേ, അല്ലെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീതി ഒന്നും മിണ്ടുന്നില്ല. മോള് വിഷമിക്കണ്ട, നോക്ക് ആകാശ് മോൻ നല്ലൊരു മോനാണ്, മോളെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയാട്ടോ. പിന്നെ മനോരമ അതൊക്കെ ശരിയായിക്കോളും മോളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്കും നമ്മുടെ അമ്മയും അച്ഛനും വരുന്നുണ്ട്. എന്താ രാധേ മോള് പറയണത് എന്ന് നമ്മുടെ അമ്മ ചോദിക്കുമ്പോഴേക്കും, അതൊന്നുമല്ല ഇടത്തി, പുതിയ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ പെൺപിള്ളേർക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അതാണോ മോളെന്തിനാ ടെൻഷനാവണത്, ആകാശ് മോൻ നല്ലൊരു മോനാണ്, മോളെ പൊന്നുപോലെ നോക്കൂ. പിന്നെ മനോരമ അവരുടെ കാര്യമെടുത്ത് മോൾ ടെൻഷൻ അടിക്കേണ്ട, ആകാശ് മോനുള്ളപ്പോൾ അവരെന്തായാലും മോളെടുത്ത് അധികാരമൊന്നും കാണിക്കില്ല. പിന്നെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് മോളുടെ സന്തോഷവതിയായിരിക്കുന്നു, മോൾക്ക് ഒരു കുറവും ഇവിടെയുള്ളവർ വരുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മനോരമ അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണത്, എന്താ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അല്ല നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എനിക്കറിയാം എന്തായിരിക്കുമെന്ന്. അല്ല ഇതാണ് ഇവൾ കൊണ്ടുവന്ന പെട്ടി, ഇതിലാകെ 1 2 3 4 ആകെ 4 സാരീസ് മാത്രമുള്ളല്ലോ, അതും ചീന സാരികൾ, വേറെ ഒന്നും കൊണ്ടുവന്നില്ലേ? എൻ്റെ ദൈവമേ, ഇത്രയൊക്കെ ഉള്ളൂ ഈ പെണ്ണ് കൊണ്ടുവന്നത്, ഇത്ര വലിയ ഫാമിലിയിൽ നിന്ന് എൻ്റെ മോൻ കല്യാണം കഴിക്കേണ്ടി വരേണ്ടതാ, പ്യുവർ ഫാമിലിയിൽ നിന്ന് കെട്ടിക്കൊണ്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചെറിയ ബാഗും അതിലൊരു 5-6 തുണിയും പഴയ സാധനങ്ങളും. എൻ്റെ മൈ ഗോഡ്, ഇത് തന്നെയാണല്ലോ എൻ്റെ മോൻ്റെ അവസ്ഥ എന്നൊക്കെ പറയാണ്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് എൻ്റെ മോനെ കെട്ടേണ്ടി വന്നല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ
അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മനോരമ പറഞ്ഞു, ഓ എന്തൊക്കെയായിരുന്നു, കസവ് കട, തുണിക്കട, ചിക്കൻ കാരി, സാരി, വലിയ ബേക്കറി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രാധ പറയേണ്ട, അമ്മായി പറയേണ്ട, അതെ ഞങ്ങളിതൊന്നും പറഞ്ഞ് പരുത്തിട്ടില്ല, ഞങ്ങളുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞിട്ടുള്ളൂ, ഇതൊക്കെ നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർക്കാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും, അതെ ഞാൻ തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് നാണക്കേടല്ലേ, എന്നാൽ എൻ്റെ മോൻ്റെ ഒരു ഗതികേട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മനോരമ അവിടെ നിന്ന് പോവാട്ടോ. എല്ലാവർക്കും ആ മനോരമയുടെ സംസാരം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, രാധേ വേണ്ട, വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ട രാധേ, നീ വെറുതെ ഒന്നും പറയണ്ട എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വീണ്ടും അശ്വിനെയാണ്. അശ്വിൻ ശ്രുതിയുടെ അടുത്തൊന്നും പറയാതെ അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. ശ്രുതിക്ക് ചിരി വരുന്നുണ്ട്. എന്താ സാർ ചോദിക്കുമ്പോൾ അതെനിക്ക് തന്നോട് അതിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് ശ്രുതിയും കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട്. ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രുതി വീണ്ടും അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അശ്വിൻ ഒന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കുവാണ്. ആ സമയത്ത് രാമേട്ടൻ വരുന്നുണ്ട്. അതേ കുഞ്ഞെ, ദേ മുത്തശ്ശി കാത്തിരിക്കുക, അവിടെ എല്ലാവരും ഉണ്ട്, കുഞ്ഞിനെ വേണ്ടി കാത്തിരിക്കുക. ഞാൻ വരാം രാമേട്ടൻ പോയിക്കോ എന്ന് വീണ്ടും അശ്വിൻ പറയാണ്. ശേഷം ശ്രുതിനെ ഒന്ന് നോക്കി ചിരിച്ചതിന് ശേഷം കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അശ്വിൻ അവിടെ നിന്ന് പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. ശ്രുതി വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്താണ് കണ്ണാടിയിൽ ആ പൊട്ട് ശ്രുതി കാണുന്നത്. തൻ്റെ നെറ്റിയിൽ വെച്ച പൊട്ട് എവിടെയോ പോയത് അശ്വിൻ കണ്ടുപിടിച്ച് അത് കണ്ണാടിയിലേക്ക് ഒട്ടിച്ചു വെച്ചിരിക്കുക. അത് കാണുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവാണ്. ശ്രുതി ആ പൊട്ട് പതുക്കെ എടുക്കുകയാണ്. ശേഷം നെറ്റിയിലേക്ക് ആ പൊട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് ആണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അശ്വിൻ കാണുന്നുണ്ട് കേട്ടോ. അശ്വിൻ അപ്പം കാര്യം മനസ്സിലായി. അതെ ശ്രുതിക്ക് തന്നോട് പ്രണയമുണ്ട്, നല്ല കട്ട പ്രണയം എന്ന് അശ്വിനെ മനസ്സിലാവാണ്. അശ്വിൻ അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ നിലത്തേക്ക് പോവാട്ടോ. അങ്ങനെ ശ്യാമിനെയാണ് കാണിക്കുന്നത്. ശ്യാം നോക്കുമ്പോഴേക്കും ശ്രുതിയും അശ്വിനും സംസാരിക്കുന്നതൊക്കെ ശ്യാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്യാം മനസ്സിൽ പറയാണ്, ഇല്ല ശ്രുതി, നിൻ്റെ നെറ്റിയിലെ പൊട്ടുവെക്കാനുള്ള അവകാശം എനിക്കുള്ളതാണ്, നിൻ്റെ നെറ്റിയിൽ പൊട്ട് വെക്കാനുള്ള എല്ലാ അവകാശവും ഈ ശ്യാമേട്ടനുള്ളതാണെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശ്യാമം. അതിനുശേഷം നമ്മുടെ മനോരമ പറഞ്ഞിട്ട്, ഈശ്വര എൻ്റെ മൈ ഗോഡ്, എന്നാലും അമ്മേ എന്താ അവൾ സംസാരിച്ചത്, അമ്മയടുത്തൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല, എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഓ എന്തിനും ബഹളവും അമ്മ കേട്ടിരുന്നോ? ഇനി വല്ല ആക്സിഡൻ്റ് ആണോ, അതോ അഞ്ജലി മോളെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാണോ? എൻ്റെ മൈ ഗോഡ് എന്ന് മനോരമ പറയുമ്പോൾ, എൻ്റെ മനോരമ നീ ഒന്നും മിണ്ടാതിരിക്കുക, എരുതിയിൽ എണ്ണ ഒഴിക്കല മനോരമ എന്ന് മോഹൻ പറയുമ്പോൾ, എന്താ കിഡ്നാപ്പ് ചെയ്ത, ഒരു ഉപകാരമില്ലാത്ത നിങ്ങളെ വരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോണ കാലമായത്, അപ്പോഴാണ് നമ്മുടെ അഞ്ജലി ബേബി, എന്നാലും എന്താ ഇങ്ങനെ, എന്നാലും കുഞ്ഞൻ വരട്ടെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, വേണ്ട കുഞ്ഞിനോട് ഇപ്പോൾ ഒന്നും പറയണ്ട അമ്മേ എന്ന് മോഹൻ ഞങ്ങൾ പറയാണ്. ആ സമയത്ത് മനോരമ പറയണ്ട, അതെ അവനെ പറഞ്ഞ് വെറുതെ ടെൻഷൻ ആക്കണ്ട, അല്ലെങ്കിൽ തന്നെ 100 കൂടി ടെൻഷൻ ആവന, അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ടെൻഷൻ ആക്കണ്ട അമ്മേ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ശ്യാമിനെയാണ്. ശ്യാം ഒരു പൂജകളൊക്കെ സാധനങ്ങളൊക്കെ വിൽക്കണ കടയിലേക്ക് പോയിരിക്കുക കേട്ടോ. എന്നിട്ട് ആ കടക്കാരോട് പറയുന്നുണ്ട്, മരണാനന്തര ചടങ്ങ് നടത്തുന്ന സാധനങ്ങളെല്ലാം എടുക്കണം എന്ന് പറയുമ്പോൾ ആ കടക്കാരൻ ചോദിക്കട്ടെ, അയ്യോ സാറി, സാറിൻ്റെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടോ? ഇല്ല, ഉടനെ മരണപ്പെടും, എന്തായാലും മരണാനന്തര ചടങ്ങൊക്കെ നടത്തുന്ന ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോളൂ എന്ന് പറയാണ്. അങ്ങനെ മരണത്തിന് ശേഷം നടത്തുന്ന ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കടക്കാരനെടുത്ത് ഒരു വലിയ ബിഗ് ഷോപ്പറിലാക്കിയിട്ട് നമ്മുടെ ശ്യാമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. എത്രയായി എന്ന് ചോദിക്കുമ്പോൾ 1500 രൂപ ഇന്നാന്ന് പറഞ്ഞ് ശ്യാം കൊടുക്കുകയാണ്. എന്നിട്ട് ആ മരണാനന്തര ചടങ്ങൊക്കെ നടത്തുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ശ്യാം ഒരു സന്തോഷത്തോടു കൂടി ഒരു മെൻ്റലി എന്താണ് പറഞ്ഞ ഒരു ഭ്രാന്ത് പിടിച്ച ഒരാളെ പോലെ ആ ഒരു നടന്നു പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.